നമസ്കാരം. അപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് റീസെൻ്റായിട്ട് റിലീസ് ചെയ്ത രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫ് അലി സിനിമയുടെ വിശേഷങ്ങൾ, അതായത് റിവ്യൂ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രേഖാചിത്രം ഡയറക്റ്റഡ് ബൈ ജോഫിൻ ടി ചാക്കോ. പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം ജോഫിൻ ടി ചാക്കോയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയെന്ന് വിശേഷിപ്പിക്കാം രേഖാചിത്രത്തെ. അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതായത് ഈ 2025 ജനുവരിയിൽ ടിൽ ഡേറ്റ് ഇറങ്ങിയ സിനിമകളിൽ വെച്ച് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സിനിമ ഉറപ്പായിട്ടും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന രേഖാചിത്രം തന്നെയാണ്. അതായത് ഇത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ്. പക്ഷെ ഒരിക്കലും ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ അല്ല. അത് പ്രതീക്ഷിച്ചാരും പോകരുത്. അതായത് പ്രതീക്ഷയുടെ അമിതഭാരങ്ങൾ ഇറക്കി വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം. സീറ്റ് എഡ്ജ് ത്രില്ലർ അല്ല, പക്ഷേ ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ട് പക്ഷേ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട്. അത് എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രീൻ പ്ലേ ബ്രില്യൻറ്റ്. അതായത് ഒരു കുറ്റവും നമുക്ക് ത്രൂ ഔട്ട് സിനിമയിൽ പറയാൻ അവർ അവശേഷിപ്പിക്കുന്നില്ല. അത്രയ്ക്കും നല്ല രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് വെൽ ക്രാഫ്റ്റ് ചെയ്ത് ഇറക്കിയേക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആൻഡ് സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന ജോഫിൻ ടി ചാക്കോയും മറ്റ് 2 റൈറ്റേഴ്സ് ഉണ്ട്. അവർക്ക് ആദ്യം തന്നെ ഹാറ്റ്സ് ഓഫ്. അവർ അടിപൊളിയായിട്ട് ആ സിനിമ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സിനിമയിൽ നമ്മളെ ഒരു പഴയ സിനിമ സെറ്റിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ആ പഴയ 90s റിലീസ് ചെയ്ത കാതോട് കാതോരം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ, നമുക്കെല്ലാവർക്കും അറിയുന്ന മമ്മൂക്കയുടെ ചിത്രം, ആ സിനിമയിലെ പാട്ട് ഈ ഇടയ്ക്ക് നമ്മുടെ മറ്റേ ഇന്നാത്താൻ കേസ് കൂടുന്ന് പറഞ്ഞ സിനിമയിൽ വന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ട് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്തെ ആ ഒരു സെറ്റ് റീക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇതിൻ്റെ ആർട്ട് ടീമും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും വളരെ പണിയെടുത്തിട്ടുണ്ട്. അതിന് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള പെർഫെക്റ്റ് റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ടിൽ ഡേറ്റ് നല്ല രീതിയിൽ സിനിമ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. അപ്പം അതിൽ ഈ പറയുന്ന കണക്ക് മമ്മൂട്ടിയുടെ ഒരു AI വേർഷനും, അതൊക്കെ ഞാനിപ്പം ഇതിനേക്കാളും ബിഗ് ബഡ്ജറ്റ് പടങ്ങളായ ഇന്ത്യൻ 2 അല്ലെങ്കിൽ ഗോട്ടിലൊക്കെ AI ഉപയോഗിച്ച് പോർട്രേ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ഈ സിനിമയിൽ മമ്മൂക്കയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് റെട്രോ ക്യാരക്ടേഴ്സ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന അനശ്വര രാജനാണ്. അപ്പോൾ അനശ്വര രാജൻ ഇതിനു മുമ്പ് മറ്റേ നമ്മുടെ എബ്രഹാം ഓസ്ലർ ആ സിനിമയിലും അതിന് മുന്നേ വേറെ സിനിമയിലൊക്കെ അനശ്വര ഇതേ കണക്ക് ഒരു 90s കഥാപാത്രമായി വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹർ കോസ്റ്റ്യൂംസ് ആൾസോ എല്ലാം വളരെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ കാസ്റ്റിംഗ് പെർഫോമൻസസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആസിഫ് അലിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഉയർന്നു വരികയാണ്. അതായത് പുള്ളി ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പോലെ ഉയർത്തി കൊണ്ടുവരികയാണ്. അതിപ്പം എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പോലീസ് റോൾസ് ആസിഫ് അലിയുടെ കയ്യിൽ സേഫാണ്. നമുക്കറിയാം കൂമൻ, അതേപോലെ ഇപ്പോൾ തലവൻ, ലാസ്റ്റ് ഇറങ്ങിയ തലവൻ, ഇപ്പോൾ ഇത്, അതേപോലെ പുള്ളിയുടെ പെർഫോമൻസുകളായാലും ഇപ്പോൾ കിഷ്കിന്താകാന്ഡം, ഇങ്ങനത്തെ സിനിമകളിലൊക്കെ പുള്ളി പ്രൂവ് ചെയ്തു. അതായത് പുള്ളി ഒരു സൂപ്പർ സ്റ്റാറായി മാറുന്ന ഒരാളാണെന്ന്. അപ്പം വളരെ നല്ല രീതിയിൽ പുള്ളി ഇതിൽ ഈ ഒരു കഥാപാത്രം, ഈ ഒരു പോലീസ് ഓഫീസറിൻ്റെ കഥാപാത്രം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ എൻഗേജിങ് ആക്കിയിട്ടുണ്ട് സിനിമയെ. ആൻഡ് അടുത്ത് പറയേണ്ടത് അനശ്വര രാജനാണ്. കുറച്ച് സ്ക്രീൻ പ്രസൻസേ ഉള്ളൂവെങ്കിലും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൽ ഒരു മദറായിട്ടും അതേപോലെ 90s ഒരു സിസ്റ്ററായിട്ടും വരുന്ന പേരെനിക്കറിയില്ല, ആ പുള്ളിക്കാരി വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു പുള്ളിക്കാരിയുടെ 2 തലത്തിലും, അതായത് 2 കാലഘട്ടത്തിലും പുള്ളിക്കാരിയുടെ ആ വോയിസും ഒക്കെ മോഡുലേറ്റ് ചെയ്തേക്കുന്ന വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് മനോജ് കെ ജയനാണ്. മനോജ് കെ ജയൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ റോൾ ഏതും ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് വളരെ നീറ്റായിട്ട് നല്ല രീതിയിൽ, ഇപ്പോൾ വിജയരാഘവനെയൊക്കെ പോലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നടൻ തന്നെയാണ് മനോജ് കെ ജയൻ. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയേണ്ട സിദ്ദിഖ് വളരെ എനിക്ക് തോന്നുന്നു 10 മിനിറ്റോ 15 മിനിറ്റ് മാക്സിമം വരുന്നുള്ളൂ. പക്ഷേ ആ മിനിറ്റിൽ തകർത്ത് ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ട്. പുള്ളി പണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കാസ്റ്റിംഗ് വൈസ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. അതായത് ഒരു ഭയങ്കര മ്യൂസിക് എന്നല്ല, പക്ഷേ ഒരു സ്ലോ പേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ആ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ മ്യൂസിക്കിന് അതായത് അതിൻ്റെ എക്സ്ട്രീം എൻഡ് വരെ സാധിച്ചിട്ടുണ്ട്. അതിന് എന്തായാലും ഒരു ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്.
പിന്നെ മറ്റ് അണിയറ പ്രവർത്തകരായാലും വളരെ നല്ല രീതിയിൽ പണിയെടുത്ത് ചെയ്തൊരു സിനിമയാണ്. ഇതിൻ്റെ പോസ്റ്റേഴ്സ്, പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പഴയ ആ ഒരു 90s ടൈപ്പ് രീതിയിലൊക്കെ ആയിരുന്നു അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അന്നോട്ടേ വളരെയധികം പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിച്ച് പോകരുത്. നേരെ മറിച്ച് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ആയാലും നമുക്ക് പോയി കുറച്ച് നേരം എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു ഒരു ത്രില്ലർ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് മലയാളത്തിൽ ഈ അടുത്തായിട്ട് വളരെ കുറവാണ്. നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്ന സിനിമകൾ വളരെ കുറവാണ്. സോ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ആണ് ഇതിൻ്റെ മെയിനായിട്ടും. കാരണം സ്ക്രിപ്റ്റ് നമ്മളെ ഓരോ സെക്കൻഡിൽ നമ്മളിപ്പോൾ പ്രെഡിക്റ്റബിൾ സ്റ്റോറി ആണെങ്കിൽ കൂടിയും അത് എങ്ങനെ വന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ ഇതിലേക്ക് പോയി എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിത്തൗട്ട് എനി ലൂപ്പ് ഹോൾസ് ആൻഡ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അത് കാണുമ്പോൾ നമ്മൾ കൺവിൻസ് ആവുകയാണ്, ഓക്കെ ഇത് നടക്കാം എന്നുള്ളത്. അതുമാത്രമല്ല, ഇങ്ങനൊരു സ്ഥലത്ത് ഇത് നടന്നു എന്നുള്ളത് പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യുന്നതിൽ ഈ സ്ക്രിപ്റ്റ് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും സ്ട്രെങ്ത്തും ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പ്ലസ് ഈ കാസ്റ്റിങ്സും അവർ നല്ല രീതിയിൽ, ഈ പറഞ്ഞ കാസ്റ്റിലുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ അവർക്ക് കിട്ടിയ ഓരോ റോളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ടിൽ ഡേറ്റ് ഇറങ്ങിയതിൽ വെച്ച് 2025 ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിട്ട് ഞാൻ ഈ സിനിമ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഒരു തിയേറ്റർ വാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇഫ് യു വാണ്ട് ടു വാച്ച് എ മൂവി വിത്ത് ഫാമിലി ആൻഡ് ഓൾ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച്. അല്ലെങ്കിൽ ഇത് OTT-ലായാലും കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പം പക്ഷേ അതിൻ്റെ നമുക്കിപ്പോൾ തിയേറ്ററിൽ പോയി ഈ അടുത്ത് ഇറങ്ങിയതിൽ വെച്ച് നമുക്ക് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു സിനിമ ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നല്ല സിനിമയാണ്.